Ladies and gentlemen, this is Adarsh and welcome to my comedy. ഒരു എ റേറ്റഡ് ഹൊറർ പടം ബേസിക്കലി ഒരു തമിഴ് സിനിമയാണ്. എ റേറ്റഡ് പറയാൻ കാരണം വയലൻസ് വയലൻസ് വയലൻസ്. സാത്താൻ ദ ഡാർക്ക് എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലും ആഹയിലും അവൈലബിൾ ആണ്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് വെണ്ടയ്ക്ക വലുപ്പത്തിൽ ഫ്രൈറ്റനിങ് സീൻസ്. ആക്ച്വലി എന്തിനാണ് ഈ വെണ്ടയ്ക്ക വലിപ്പം? വെണ്ടയ്ക്കൊക്കെ അധികം വലിപ്പമൊന്നുമില്ല. മത്തങ്ങ വലുപ്പത്തിൽ ഫ്രൈറ്റനിങ് സീൻസ് കണ്ടു. ഈ ഹൊറർ പടം കാണാൻ പറ്റിയ സമയം രാത്രിയാണ്. നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് നോം റെഡി ആയിരുന്നു പേടിക്കാൻ. യാ പേടിക്കാനൊക്കെ ഉണ്ട്. 10 ലിറ്റർ മൂത്രമാണ് ഈ പടം കണ്ടിട്ട് പോയത്. LKG കുട്ടികൾ പോലും ഇജാതി അപരാധം കണ്ടാൽ പേടിക്കില്ല. യൂഷ്വലി എന്നെ പറ്റി പറയാറുള്ളതാണ്, സിനിമയെ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഈ സിനിമ ഞാൻ എന്തായാലും റെസ്പെക്ട് ചെയ്യാൻ റെഡിയാണ്. ഈ സിനിമയ്ക്ക് ഒറ്റ വേർഡിൽ പറയണെന്ന് വെച്ചാൽ ഡോഗ് ഷിറ്റ്. ഹൊറർ ഒന്നല്ല, ഡോഗ് ഷിറ്റ്. ഇതില് ഒരു പെണ്ണുമ്പിള്ളയുണ്ട്, ഒരു പരട്ട തള്ള. യജാതി വെറുപ്പിക്കലായിരുന്നു. അന്യന്റെ പ്രേതമാണ് ഈ പടത്തിലുള്ളത്. അല്ല അറിയാൻ ചോദിക്കും, യജാതി വെറുപ്പിക്കലായിരുന്നു. ഈ പരട്ടത്തള്ളയുടെ ഹോബി എന്തൊക്കെയാണെന്ന് അറിയും? സ്വന്തം വിരല് വെട്ടുക, ക്യാരറ്റ് മുറിക്കുന്ന പോലെ. കണ്ണ് തോണ്ടിയിടുക, സ്വന്തം കണ്ണ് തോണ്ടി എടുത്തിട്ട് നിലത്തിടുക, തല കൊണ്ട് ഭിത്തിയിൽ അടിക്കുക, സ്വന്തം മക്കളുടെ കഴുത്ത് കയറി പിടിക്കുക, നാക്ക് മുറിക്കുക. പെണ്ണുമ്പിള്ളെ ചത്തു കഴിഞ്ഞാലേ അവയവദാനം നടത്താൻ പറ്റുള്ളൂ, ജീവനോട് ഇരിക്കുമ്പോ പറ്റില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും 1/2 കിലോ ലിവർ വേണമെങ്കിൽ ആ ചേച്ചിയുടെ അടുത്ത് പോയാൽ മതി, ചേച്ചി മുറിച്ചു തരും. 1/2 കിലോ ഹാർട്ടൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ചേച്ചി നല്ല വൃത്തിക്ക് മുറിച്ചു തരും. അയ്യേ, ഇതെന്തോന്ന് പ്രേതം. ആൻഡ് ഹൊറർ പടത്തില് റൊമാൻസ്. നായകന്റെ ഒരു കോമാളിത്തരുണ്ട്, ക്യൂട്ട്നെസ്, തൂറി മെഴുകല്. പുതിയ സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ അതുവരെ നിറഞ്ഞിട്ടുണ്ടാവും. അജാതി മെഴുകലാണ് അവന്റെ മെഴുകല്. ഒരു ഹൊറർ പടത്തില് നിങ്ങളുടെ പണി പേടിപ്പിച്ച് തൂറിപ്പിക്കുക മാക്സിമം. അതാണ് ചെയ്യേണ്ടത്. നമ്മള് DS ഇറ ഒരു സിനിമ നോക്കിയാൽ പലർക്കും അതിനെ പറ്റിയിട്ട് പല അഭിപ്രായമായിരിക്കും. അതില് മറ്റേ പ്രണബ് മോഹൻലാലിന്റെ ക്യാരക്ടർ പ്ലേ ബോയ് ആണ് കാണിക്കാൻ ഫസ്റ്റ് ഒരു സീൻ. ആൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് കാണിക്കാൻ വേണ്ടി ചില വാട്സപ്പിൽ കുറച്ച് ഫോട്ടോസ് അങ്ങനെ കഴിഞ്ഞു. അവിടെ കഥം. അല്ല, അത് ഇവന്റെ പോലെ മുഴുകലല്ല. ഈ സിനിമയിൽ ആകെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇതിലെ മറ്റേ പരട്ടത്തള്ളയുടെ ഒരു കൊച്ചുണ്ട്. ഷി വാസ് വെരി ബ്യൂട്ടിഫുൾ. അഭിനയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഷി വാസ് വെരി ബ്യൂട്ടിഫുൾ. കഴിഞ്ഞു. വേറെ ഒരു പോസിറ്റീവും ഇല്ല. ഇന്റർവെല്ലൊക്കെ ആയപ്പോ 2 പടം കണ്ട ഒരു ഫീലാണ്. ഒരു ഹൊറർ പടമാണ്. അത് ഞാനാണ് ഉറക്കെയാണ് വെച്ചിരിക്കുന്നത് പേടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഞാൻ ഉറങ്ങി. അയ്യേ, 10 പൈസക്കില്ല. ഇതിലാണ് വെച്ച സീൻസ് റിപ്പീറ്റ് ചെയ്ത് കൊല്ലുകയാണ്. ഈ പന്നത്തള്ള ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കുറെ സൗണ്ട് ഉണ്ടാക്കും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ. എന്നിട്ട് സ്വന്തം മകളുടെ കൊങ്ങയ്ക്ക് കയറി പിടിക്കും. ഇതന്നെ ഒരു 15 വട്ടം കാണിക്കുന്നുണ്ട്. അൺസഹിക്കബിൾ. പിന്നെ നോക്കുമ്പോ കുറെ പോലീസുകാരുണ്ട്. അവര് വന്നിട്ട് ഈ തള്ളയെ പിടിക്കാൻ വരും, ആ തള്ള അടിച്ചോടിക്കും. വീണ്ടും പിടിക്കാൻ വരും, അടിച്ചോടിക്കും. മോർച്ചറി ഉണ്ട്. മോർച്ചറിയിൽ മറ്റേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാര് വരും, പേടിച്ച് തൂറി ഓടും. 2-2.5 മണിക്കൂർ പടത്തില് 1 മണിക്കൂറോളം റിപ്പീറ്റേഷൻ പരിപാടി തന്നെ. ആൻഡ് നമ്മുടെ ഭരതനാട്യം, മോഹിനിയാട്ടം, ഇതില് മറ്റേ സായികുമാറിന്റെ സെക്കൻഡ് വൈഫായിട്ടൊരു ചേച്ചിയില്ല, മറ്റേ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അടിപൊളി വോയിസ് ഒക്കെ ഉള്ള. അവരിപ്പോ എല്ലാ തമിഴ് സിനിമയിലും എല്ലാ അപരാധത്തിലും കയറി അഭിനയിക്കുന്നത്. ഇതിലും ഉണ്ട് ഒരു മദറായിട്ട്. ഒയ്യോ, അൺസഹിക്കബിൾ. ഹൊറർ പടം എന്നൊന്നും പറയാൻ പറ്റില്ല, ഏതോ ഒരുത്തന്റെ കോമാളിത്തരങ്ങൾ, അങ്ങനെ വേണമെങ്കിൽ പറയാവുന്ന ഒരു പടം. പ്രേതം എല്ലാവരെയും കൊല്ലും. എന്നാൽ ഈ വാട്ടച്ചെറുക്കൻ വേട്ടാവളിയൻ, അവൻ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവനെ പേടിപ്പിച്ചു വിടും. ആ ചെറുക്കൻ ചെവിയിൽ എന്തൊക്കെയാ സൗണ്ട് കേൾക്കണ പറഞ്ഞിട്ട് കത്തിരി എടുത്തിട്ട് ചെവിയിൽ മാക്ക് 10 കുത്തുണ്ടാ. ഞാൻ വെച്ചാൽ ആ സ്പോട്ടിൽ ചെക്കൻ ചത്തുവന്ന്. പിറ്റേ ദിവസം നോക്കുമ്പോ 5 റുപ്യയുടെ 4 ബാൻഡേജ് ഒട്ടിച്ചിട്ട് അവൻ വന്ന് 10 ലൈനിലെ ഡയലോഗ് പറയുന്നു. എന്തോന്നാടെ ഇത്? മറ്റേ റബ്ബർ പാലും കൊണ്ടാണ് എന്റെ ചെവി ഉണ്ടാക്കിയിരിക്കുന്നത്. ടുവേർഡ്സ് എൻഡ് അടുത്ത സീക്വലിനുള്ള പരിപാടിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് മാജിക്, വിച്ച് ക്രാഫ്റ്റ്, ഇതൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോണത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ സംഭവങ്ങളുണ്ട്. മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇതിന് സാധിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ കാണിച്ച സീൻസ് തന്നെ കാണിച്ചിട്ട് മനുഷ്യന്റെ ഉയരെടുക്കാൻ ഇറക്കിയ ഒരു അപരാധം, ഒരു ഡോഗ് ഷിറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പടമാണ് സാത്താൻ ദ ഡാർക്ക്. വലിയ ഹോളിവുഡ് പേരൊന്നും ഇട്ടിട്ട് കാര്യമില്ല, കണ്ടന്റ് വേണം. കഥയൊന്നുമില്ല. അവിടെ 4 സീന്, ഇവിടെ 4 സീന്. ഈ മാല കോർക്കണ പോലെ, മുല്ലപ്പൂവിന്റെ മാല കോർക്കണ പോലെ അങ്ങോട്ട് കോർത്ത് വിട്ടിരിക്കുകയാണ്.
എനിക്ക് ഒട്ടും വർക്ക് ആയിട്ടില്ല. എന്നാ പ്രേതത്തെ കാണുമ്പോഴെങ്കിലും പേടിയാവണം, അല്ലെങ്കിൽ ഈയമ്മയുടെ കോമാളിത്തരം കാണുമ്പോഴെങ്കിലും പേടിയാവണം. ഒരു സീനിൽ പോലും എനിക്ക് പേടി തോന്നിയില്ല. ടു മീ പേഴ്സണലി ദിസ് ഇസ് എ വെരി വേസ്റ്റ് പടം. ചിലവർക്ക് ഇതൊക്കെ നല്ല പടമായിട്ട് തോന്നും. സോ വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് മൂവി ഈസ് അവൈലബിൾ ഓൺ ആഹ ആൻഡ് ആമസോൺ പ്രൈം.